എന്താണ് നടക്കാൻ പോകുന്നത്, എന്താ എനിക്ക് പറയേണ്ടത് അറിയില്ല. ഗോൾഡ് എല്ലാം തകർക്കുകയാണ്. ഇതിന് സമയം പോലും നൽകുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ആ പോയിൻ്റാണ് ഏറ്റവും വലിയ പോയിൻ്റായിട്ട് 250 റൂമിൽ എന്ന് പറഞ്ഞല്ലോ, അത് വല്ലാത്തൊരു പോയിൻ്റാണ്. എല്ലാ രാഷ്ട്രക്കാരും കരുതില്ലേ ഒരു റൂമിലെങ്കിലും നടക്കാൻ എന്താണ് ആ രാജ്യക്കാർക്കും പൂതി ഉണ്ടാവില്ല. എത്ര രാജ്യങ്ങളാ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് എവിടെ നിന്ന് എത്ര മുകളിലായാലും വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാട്ടോ. ഭയങ്കരമായ രീതിയിൽ മുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് വരുന്നത്. ഇന്നത്തെ 2 ഡേറ്റ ഇന്നലത്തെ ഒക്കെ ഡേറ്റകളൊന്നും ഡേറ്റകൾക്ക് ഒരു 5-10 അരമണിക്കൂറിൻ്റെ ആവശ്യ ഡേറ്റകൾക്കുള്ളൂ അതിനെ വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഡേറ്റകൾക്ക് ഒരു 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 വിലയില്ല എന്നുള്ളതാണ്. എന്നാൽ ഗോൾഡിന് അനുകൂലമായിട്ട് ഡേറ്റ വന്നു കഴിഞ്ഞാലോ അപ്പോൾ പിന്നെ അങ്ങല്ലെങ്കിൽ പിറ്റേന്ന് നല്ല രീതിയിൽ ഉയർന്നു പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ 4620 മുകളിലേക്ക് പോയി, എന്നിട്ട് അപ്പം തന്നെ സഡൻ ജെർക്ക് താഴത്തേക്ക് വന്നു. പക്ഷേ അപ്പം തന്നെ പിന്നെ 4613 അതായത് വിൽക്കപ്പെടുന്നത് അതേ സമയം തന്നെ വാങ്ങപ്പെടുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇത് എത്ര ഉയരത്തേക്ക് പോകുമെന്ന് എനിക്ക് പറഞ്ഞറിയാൻ കഴിയില്ല. ഇപ്പോൾ ഡോളർ ഡൗണായി, അതേപോലെ മറ്റേ എന്ത് സംഭവിച്ചിട്ടുണ്ട്, മറ്റേ ഇതുണ്ട് എന്താ അതിൻ്റെ പേര് മനസ്സിലുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ എന്തായാലും 3 മാസത്തിലെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാങ്ഷൻസ് മറ്റുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട. ബുദ്ധി വെറുതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും, അത് അപകടമാണ്. ഒരേ സിമ്പിളായിട്ട് ആ ഒരു സിമ്പിൾ ഇത് മാത്രം എടുത്താൽ മതി. 250 റൂം കൊള്ളിക്കാനുള്ള സാധനമേ ലോകത്തുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ സാധനം എത്ര ഇങ്ങനെ ഇപ്പോൾ ഞങ്ങളോട് പറയാം, 10 ഇരട്ടി വർദ്ധിക്കാൻ സാധ്യത ഉണ്ട്. അത് ഒഴിച്ചുവിടാൻ പറ്റാത്ത എന്നുള്ള രീതിയിലുള്ള ഓരോ അവലോകനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നാളെ 1,17,650, നാളെ 2,000 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ എന്താ വെച്ചാൽ മണ്ടേക്ക് ഇന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ 4,600 അടുത്ത് ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് മണ്ടേക്ക് കുതിച്ചു വരാനുള്ള സാധ്യതയാണ് ഇതിൽ. കാരണം ഫ്രൈഡേ കഴിഞ്ഞാൽ എല്ലാവരും ഇതാക്കേണ്ട രീതിയുണ്ട്. പക്ഷേ സെല്ലേഴ്സാണ് റിസ്ക് എടുക്കാൻ റെഡി ആവാതെ വേഗം ബൈ ചെയ്തിട്ട് രക്ഷപ്പെടണം. അപ്പോൾ ഈ മണ്ടേക്ക് മുമ്പ് തന്നെ ഈ മണ്ടേ ഉയരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉയരും എന്ന് പറയാൻ കാര്യം അറിയോ, വേറെ കാര്യം. കാരണം കളി ജൂലൈ 24 ശേഷം മാറിയിട്ടുണ്ട്. റിയൽ പ്ലേ ആണ് നടക്കുന്നത്, ലെവറേജ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ചൈനയിൽ നടക്കുന്നത്. അപ്പോൾ അത് ആരും ഒന്നിനും റിസ്ക് എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒക്കെ അങ്ങനെ ബൈ പറഞ്ഞിട്ട് മുകളിലേക്ക് ഭയങ്കര വേഗതയിൽ തന്നെ പോകാനുള്ള സാധ്യത. വേഗതയിൽ പോകാൻ സാധ്യതയല്ല, നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അറിയാമല്ലോ 15% ഉയർന്നു കഴിഞ്ഞു, 15% മുകളിൽ ഉയർന്നു കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ ഇനിയും അത് വലിയ നമ്പറിലേക്ക് 1,17,650, 2,000 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇനി ഈ ജൂലൈ 24 ശേഷം സംഭവിച്ച സാധനവും ഇപ്പം നടക്കുന്ന ലോകത്തിലെ ഇതും ഈ ഉയരാതെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ബ്രേക്കൗട്ട് ബയേഴ്സും പാഞ്ഞു വരും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള, കാരണം റിയൽ പ്ലേ ആണ് കാണിക്കുന്നത്. ഫിസിക്കലി ലീഗലി ഫിസിക്കൽ ലെവലിലാണ് ഇനി കളി വരുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാധനം ഹോൾഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ വെറുതെ ഒന്നും ലെവറേജ് പ്രിൻ്റ് അടിച്ച സാധനത്തുമ്പോൾ പിന്നെയും ഒരു ലെവറേജ് എന്ന് പറഞ്ഞാൽ അത് സെല്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതല്ല നടക്കുന്നത്, റിയൽ പ്ലേ ആണ്. സോ ആ 250 റൂമിലുള്ള സാധനം കൊണ്ട് തന്നെ എഴുതേണ്ടിയിരുന്നു. അപ്പോൾ അത് ഇതൊന്നും കൊടുത്താൽ മതിയാവില്ല മക്കളെ, ഭയങ്കര കൊടുക്കേണ്ടി, അതൊരു ഭയങ്കര ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.